കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. മനസ്സ് വിട്ടൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന ചെറിയ പ്രശ്നം, ഒരിക്കൽ പോലും അതിനൊരു അവസരം കിട്ടാത്തതോ അല്ലെങ്കിൽ സംസാരിക്കാൻ അനുവദിക്കാത്ത ദുഷ്ടശക്തികൾ അതിനിടയ്ക്ക് വന്നു നിന്ന് ഒരു ചെറിയ പ്രശ്നത്തെ വലുതാക്കി ഒരിക്കലും അടുക്കാൻ കഴിയാത്തവണ്ണം അകന്നു പോകുന്ന ബന്ധങ്ങൾ. ഇവിടെ വരുന്ന പല കഥകളിലും നിങ്ങൾക്ക് കഥ കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും, ഇവർ തങ്ങളിൽ സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ശരിയാവുമായിരുന്നു. നമുക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇവിടെ വരുന്ന ജഡ്ജിങ് പാനലും ഫീൽ ചെയ്യും, രണ്ടുപേരും കൂടെ ഒരുമിച്ച് കുറച്ചു നേരം പോയി മാറിയിരുന്ന് സംസാരിച്ചിട്ട് വരുമെന്ന് പറഞ്ഞ് എത്രയോ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വളരെ നിങ്ങൾ ഒരുമിച്ച് പോയി സംസാരിച്ച് തീരുമാനം എടുക്കുക എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് അത് ശരിയാവുന്നതായിട്ട്. പക്ഷെ അങ്ങനെ ഒരു അവസരം ഇന്നത്തെ നമ്മുടെ ഒരു ബിസി ലൈഫിൽ അതൊരു വലിയ കാര്യമായിരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ ഈഗോ പ്രശ്നങ്ങളായിട്ട് ഇത് ക്ലാഷായി എങ്ങനെയൊക്കെയോ അതൊരു ഒത്തുതീർപ്പിൽ എത്താൻ പറ്റാത്ത വിധത്തിൽ വലിയ പ്രശ്നങ്ങളാവുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്ന രാജേഷാണ്, പട്ടാമ്പിന്ന്. രാജേഷിനറിയാം രാജേഷിൻ്റെ ഭാര്യ അയാളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, ഒരിക്കലും അയാളെ പിരിയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. വീണ്ടും ഭാര്യയെ എന്നോടൊപ്പം അയക്കണം എന്നുള്ള പരാതിയുമായിട്ടാണ് രാജേഷ് എത്തിയിരിക്കുന്നത്. നമുക്ക് ആദ്യം ജഡ്ജിങ് പാനലിനെ പരിചയപ്പെടാം. റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീമതി എൻ ലീലാമണി, അഡ്വക്കേറ്റ് മെമ്പർ PT ഗിരിജൻ, കൗൺസിലർ ഡോക്ടർ റസീന വിശ്വംഭരൻ. രാജേഷ് ഇവിടെ വന്നിട്ടുണ്ട്. രാജേഷ് നമസ്കാരം. നമസ്കാരം. പട്ടാമ്പി എന്ന് പെരിന്തൽമണ്ണ പോകുന്ന വഴിക്ക് ഇതുവരെ പഠിച്ചു? SLC. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് പഠിത്തം നിർത്തിയതിന്റെ കാര്യം എന്തുവാ? പിന്നെ പഠിക്കാൻ താല്പര്യം ഉണ്ടായില്ല. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? വീട്ടില് അച്ഛൻ, അമ്മ, രണ്ടനിയന്മാര്. അവരൊക്കെ കൂടുതൽ പഠിച്ചോ രാജേഷിനെക്കാളും? അനിയൻ +2 ഉണ്ട്, ഒരാള് SLC. പെങ്ങന്മാരും ഇല്ല? ഇല്ല. അച്ഛനും അമ്മയും? അച്ഛൻ അവിടെ കച്ചവടമാണ്, പലർക്ക് കച്ചവടം. അമ്മ ഹൗസ് വൈഫ്, ജോലിക്കൊന്നും പോകുന്നില്ല. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 2013 ഡിസംബർ 28 വീട്ടുകാരെല്ലാം ആലോചിച്ച് ഉറപ്പിച്ച്. അപ്പൊ നിങ്ങൾ കല്യാണത്തിന് മുൻപ് പരസ്പരം സംസാരിക്കുകയൊക്കെ ഉണ്ടായോ? ഉണ്ടായിരുന്നു. നല്ല ഇഷ്ടമായിരുന്നു? കല്യാണത്തിന് ടൈമില് ഗൾഫിൽ ദുബായിലായിരുന്നു. അവിടെ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് അവിടെ ഓടുമായിരുന്നു, ഷിപ്പിംഗ് കമ്പനിയില്. അത് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല. അത് കുറച്ച് അനിയനെ കൊണ്ടുപോയി അനിയനെ അവിടെ ഏൽപ്പിച്ച് അനിയന് പോകുന്നതാ. പിന്നെ നിങ്ങൾ അങ്ങനെ അവധിക്ക് വന്ന് കല്യാണം കഴിച്ചിട്ടൊന്ന് പോയി വന്നു? അങ്ങനെ അല്ല, കല്യാണത്തോടുകൂടി ഇവിടെ താമസമാക്കി. പിന്നെ കുറച്ചു കാലം ഇവിടെ നിന്നിട്ട് പോവാന്നുള്ളതില് അങ്ങനെ നിന്നു. പിന്നെ അനിയനെ അവിടെ ആക്കി, അനിയനായിരുന്നു അവിടെ. അപ്പൊ ഈ നിശ്ചയം കഴിഞ്ഞിട്ട് കല്യാണം വരെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു? 8 മാസത്തോളം ഉണ്ടായിരുന്നു. 8 മാസം കഴിഞ്ഞാൽ പിന്നെ കല്യാണം. 8 മാസത്തേക്ക് പലപ്പോഴും നിങ്ങൾ, എന്താ ഭാര്യയുടെ പേര്? വിദ്യയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു? ഡെയിലി സംസാരിക്കുമായിരുന്നു. ഒത്തിരി സ്നേഹമാണ് വിദ്യക്കെന്നുള്ളത് ഉറപ്പുണ്ട് രാജേഷിന്. കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു? കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് അങ്ങനെ കാര്യത്തൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നാട്ടിൽ നിൽക്കുമ്പോൾ കച്ചവടം കുറച്ച് നാട്ടിൽ നിൽക്കാനുള്ള ഒരു ഫ്രൂട്ട്സിന്റെ ഹോൾസെയിൽ കച്ചവടം തുടങ്ങി. തമിഴ്നാട് നാഗ്പൂർ പോയിട്ട് സാധനങ്ങൾ ഹോൾസെയിലായിട്ട് ഇറക്കി കൊടുക്കുക. അപ്പം അങ്ങനെ അതിൽ കുറച്ച് ഇത് വന്നു, മറ്റേ പൈസ ഷോട്ട് വലുതായപ്പോൾ കച്ചവടം നിർത്തേണ്ടി വന്നു. അപ്പോൾ കുറച്ച് പണം വെക്കേണ്ട ആഭരണങ്ങൾ പണിക്കും. അങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നം ഇതായതാ. അതിനവർക്ക് ഒരു സമ്മതം ഇല്ലായിരുന്നു. ആ വിദ്യ തന്നെ എടുത്തതാണ്. എന്താ വിദ്യയുടെ അച്ഛനോടും അമ്മോടും ചോദിച്ചിട്ടും ഒന്നുമില്ല. അപ്പൊ വിദ്യ തന്നെ തന്നതായിരുന്നു. പിന്നെ അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് 5-8 മാസം കഴിഞ്ഞപ്പോൾ കല്യാണത്തിന് അവർ എന്തൊക്കെയാ തന്നെ? ആഭരണങ്ങൾ എത്ര തന്നു? 34 പവൻ. കാശും കാര്യങ്ങളും ഒക്കെ ഒന്നുമില്ല. പവൻ മാത്രം ഇട്ടു വന്നു. വസ്തുവോ വീടോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. ആ കുട്ടിയുടെ പേരിലൊന്നും കൊടുത്തിട്ടില്ല? ഈ 34 പവനിട്ട് കല്യാണം കഴിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ ആ 34 പവനും കച്ചവടത്തിന് വേണ്ടി എടുത്ത് പണയം വെക്കേണ്ടി വന്നു? 34 പവൻ എടുത്തില്ല, ഒരു 10-20 പവൻ അവരുടെ കയ്യിലുണ്ട്. 20 പവൻ കയ്യിലുണ്ട്. 14 പവൻ 19 പവൻ അപ്പൊ അവരുടെ കയ്യിലുണ്ട്. 14 പവൻ എടുത്തു. 14 പവൻ എടുത്തു. എന്നിട്ട് കച്ചവടത്തിന് വേണ്ടി ചെലവാക്കി. എന്നിട്ട് അത് വിജയിച്ചോ? അതില് പരാജയപ്പെട്ടു. പിന്നെ ആ കച്ചവടം പിന്നെ നിർത്തി. പിന്നെ എന്താ വണ്ടി കച്ചവടം ഉണ്ടായിരുന്നു അതിന്റെ ഇതില്. അപ്പോ വണ്ടി കച്ചവടം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ലോറി ഉണ്ട്, മറ്റേ നാഷണൽ പെർമിറ്റ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ.
അപ്പൊ ആ ആഭരണങ്ങൾ എടുത്തതാണോ ആദ്യത്തെ പ്രശ്നം എന്ന് പറയാൻ? ആഭരണങ്ങൾ എടുത്തതാണ് പ്രശ്നം. അവിടെ നിന്നാണ് തുടക്കം. അതിനു മുൻപ് നിങ്ങളുടെ ആ കുട്ടിക്ക് ഒരു മാനസിക പ്രശ്നം? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ വീട്ടിൽ പോകുമ്പോ അവിടെ പോയാൽ തന്നെ 1-2 ദിവസം നിൽക്കുള്ളൂ. അതിലും കൂടുതൽ അവിടെ പോയാൽ നിൽക്കും കൂടി ഇല്ല. അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും അതുവരെ ഉണ്ടായിട്ടോ ഒന്നുമില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉണ്ടായിരുന്നത് ഒരു ചെറിയൊരു ആഭരണങ്ങൾ എടുത്ത് 1 വർഷം കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരെ അറിയുന്നേ? അവരുടെ വീട്ടുകാർ അവരെ അനിയന് എഞ്ചിനീയറിംഗ് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ക്യാഷ് അത് പണ്ടം ചോദിച്ചു. ഞാൻ എടുത്തു പറഞ്ഞപ്പോഴാണ് പ്രശ്നമായത്. അപ്പൊ അവരെ അറിയുന്നത് വരെ വിദ്യക്കും പ്രശ്നം ഉണ്ടായില്ല? ഇല്ല. അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇഷ്യൂ ആക്കിയപ്പോ വിദ്യക്കും അപ്പോഴും പോണ വരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ഇതേമാതിരി അച്ഛൻ വീട്ടിൽ വന്നിട്ട് വിദ്യ തലേദിവസം ഫോൺ വിളിച്ചു. വിദ്യനെ അച്ഛൻ വരുന്നുണ്ട്, വിദ്യയോട് വീട്ടിലേക്ക് അച്ഛൻ്റെ പോകാനും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് എടുത്തിട്ട് ഒരു ബുധനാഴ്ചനും കൂട്ടിക്കൊണ്ടാണ്. അപ്പോൾ ശനിയാഴ്ച വരാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പിന്നെ ഫോൺ വിളിച്ചിട്ട് പിന്നെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നാളെ അച്ഛൻ്റെ കൂടെ വന്നല്ലെങ്കിൽ പിന്നെ അമ്മേനെ കാണില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ വിദ്യയോട് പറഞ്ഞു പോയിക്കോ, പണ്ടം എടുക്കുക, പിന്നെ എടുത്തിട്ട് ഞാൻ വരാറുണ്ട്. എന്താ അവര് വിളിച്ചോണ്ട് പോകാനുള്ള കാരണം എന്താ? ഈ പണ്ടത്തിന്റെ തന്നെ പിന്നെ അത് തിരിച്ചു കൊടുത്തതിന് ശേഷം അവരെ അയക്കാം എന്നുള്ളതായിരുന്നു. തിരിച്ചു കൊടുത്തതിന് ശേഷം അയക്കാന്നുള്ളത് ഇതായിരുന്നു. പിന്നെ ഈ ഗൾഫില് ഇതായിരുന്നു. അപ്പൊ പിന്നെ പോയിട്ടില്ല എന്നുള്ളൊരു പരാതിയായിരുന്നു. ഗൾഫിൽ പോയിട്ട് തിരിച്ചിങ്ങ് വന്നു, നാട്ടിൽ കല്യാണം കഴിഞ്ഞ പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. അതായത് കുറച്ചു പേർ നിന്നിട്ട് പോവാന്നുള്ളൊരു ഇതില് അങ്ങനെ ഇതായതാ. അതിന്റെ ഇടയിലാണ് ഇങ്ങനെയൊക്കെ ഓരോ. അപ്പൊ അതും വിദ്യക്കൊരു പ്രശ്നമാണ്. ജോലിയില്ല, അച്ഛനും അവരുടെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നം. അപ്പൊ അവരത് ഒരു കാരണമായിട്ട് പറയുമ്പോ വിദ്യയുടെ മനസ്സിൽ വിഷമം ഉണ്ടാവും. വിദ്യക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് പോണവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വേറെ സാമ്പത്തികമായിട്ട് വലിയ പണ്ടെടുത്തിട്ടുണ്ടെങ്കിലും വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ല. വീട്ടിലായിട്ടുണ്ടെങ്കിലും ഇല്ല, വേറെ ഇതൊന്നും ഇല്ല. അപ്പൊ ഇത് അന്ന് കൊണ്ടുപോയിട്ട് എത്ര നാൾ കഴിഞ്ഞാ? അത് കല്യാണം കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടാ കൊണ്ടുപോകുന്നേ? ഒരു 1.5 വർഷം ആവണുണ്ടാകുന്നുള്ളൂ. 1.5 വർഷം കൊണ്ടുപോയി. അവരുടെ അമ്മ ഒന്ന് കൊണ്ടുപോയോ? അമ്മ ഒന്ന് കൊണ്ടുപോയി. അമ്മല്ല, അച്ഛൻ അമ്മ വിളിച്ചു പറഞ്ഞു അച്ഛൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ പിന്നെ വന്നിട്ടില്ലെങ്കിൽ അച്ഛന് അമ്മ വന്നിട്ട് അച്ഛൻ്റെ കൂടെ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അമ്മയെ കാണില്ല, അങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അങ്ങനെ അച്ഛൻ്റെ കൂടെ പോയി. അതാണ് അന്ന് പോയതാണ്. പിന്നെ അന്ന് പോകുമ്പോ ഞാൻ അവിടെ നാട്ടിലുണ്ടായില്ല. അപ്പൊ അങ്ങനെ ഒരു എഴുത്തെഴുതി വെച്ചിട്ട് പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എഴുത്തെഴുതിച്ച് പോയതാ അന്ന് പോകുമ്പോ. രാജേഷ് ഏത് സ്ഥലത്തായിരുന്നു അപ്പോ? ഞാന് അപ്പൊ ആ ടൈമിലൊക്കെ വണ്ടി കച്ചവടത്തിലേക്ക് ഇറങ്ങിയിട്ട് അപ്പൊ പിന്നെ വണ്ടി കച്ചവടമായിരുന്നു. അത് പിന്നെ അങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ട് വണ്ടി എടുത്തൊന്ന് വിൽക്കുക, അങ്ങനെ യാത്ര പല സ്ഥലങ്ങളിൽ പോവേണ്ടി വരും. അപ്പൊ അങ്ങനെയായിട്ട് രാജേഷ് തിരിച്ചു വന്ന എത്ര ദിവസം കഴിഞ്ഞ അവര് പോയിട്ട്? ഞാൻ പിറ്റേ ദിവസം തിരിച്ചു വന്നു. പക്ഷെ തിരിച്ചു വന്നപ്പോ അന്ന് തന്നെ വിദ്യ വിളിച്ചിരുന്നു. ആ വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ ചെല്ലാന്നുള്ളതിൽ സംസാരിക്കാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു പണ്ട് എടുക്കാതെ ഇങ്ങോട്ട് വരണ്ട, അച്ഛൻ എന്തെങ്കിലും പറയുള്ളൂ. അപ്പൊ പിന്നെ അച്ഛന് അങ്ങനെ പറഞ്ഞു സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ കുറച്ച് ദിവസം ഫോണിലൂടെ സംസാരിച്ചു. അങ്ങനെ കുറച്ച് ഒരു ഓണത്തിന് ടൈം ആയപ്പോ കുറച്ച് പണ്ട് എടുത്തിട്ട് ചെന്നപ്പോ പറഞ്ഞു കംപ്ലീറ്റ് പണ്ട് എടുത്തിട്ടാണ് പറഞ്ഞയക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ ഒരു ചെറിയ വാശിയുടെ മുകളില് അങ്ങനെ ചെറുതായി വന്നു. കുറച്ചെന്ന് എത്ര കൊണ്ടുപോയി? 7 പവനോളം. അത്രോളം എടുത്തോണ്ടുപോയി. ബാക്കി പിന്നെ എടുത്തു കൊടുക്കാന്നുള്ള വ്യവസ്ഥയിൽ. അപ്പൊ അതും പോരാ, മുഴുവൻ കൊടുത്തെങ്കിലേ അയക്കുള്ളൂ. അപ്പൊ എന്തായിരുന്നു വിദ്യയുടെ റിയാക്ഷൻ? എന്തായിരുന്നു വിദ്യക്ക്? അന്ന് പോരാന്നുള്ള ഇത് തന്നെയായിരുന്നു. അത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ പോയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ അച്ഛൻ ഫോണിൻ്റെ അതുവരെ ഫോൺ വിളിച്ചിരുന്നു. പിന്നെ ഫോണൊക്കെ അച്ഛൻ വാങ്ങി വെച്ചു. പിന്നെ സംസാരിക്കാനുള്ള ഒരു ഇതില്ല. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ പട്ടാമ്പി സ്റ്റേഷനിൽ കുറെ വീട്ടിൽ നിന്ന് പോയി സംസാരിച്ചു. അച്ഛനും വെള്ളിച്ചനും അങ്ങനെയൊക്കെ പോയി സംസാരിച്ചു. അപ്പൊ അങ്ങനെ അതിന് അത് സമ്മതിക്കില്ല, സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ പട്ടാമ്പി സ്റ്റേഷനിൽ സുഹൃത്തിൻ്റെ ഇതിൽ അവിടുത്തെ SIക്ക് ഒരു കംപ്ലൈന്റ്. SI ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഒത്തുതീർപ്പിൽ സംസാരിച്ച് ലെവലാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം SI 2 വട്ടം വിളിച്ചു. ആ വിളിച്ചത് അവര് സ്റ്റേഷനിൽ കയറ്റി ചെയ്യുന്നുള്ളൊരു ഇതാണ്. പിന്നെ അവർക്ക് അതുകൊണ്ട് ഇനി കൂടെ പറഞ്ഞയക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടായത്. പ്രത്യേകിച്ച് വേറൊരു പ്രശ്നങ്ങളൊന്നും അതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഞാനൊരു നല്ല ലെവൽക്ക് ഇതായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇതാക്കാന്നുള്ളത്.
അല്ല നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളവർ പോയി അപ്പോഴൊരു സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ നാട്ടിലെ മധ്യസ്ഥന്മാരാരെങ്കിലും പോയോ? അങ്ങനെ ഒന്നും ഉണ്ടായില്ല. നാട്ടിലെ മധ്യസ്ഥന്മാര് അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരുപാട് പ്രാവശ്യം പോയിരുന്നു. ഈ സ്റ്റേഷനിൽ പോയതിനു ശേഷം അത് വീട്ടുകാർ പോയിട്ട് കുറെ ഇതാക്കി സംസാരിച്ചു. വീട്ടിൽ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ പോയിരുന്നു, വല്യച്ഛനും അങ്ങനെ ഇവരൊക്കെ അമ്മാമാരും ഇവരൊക്കെ പോയിരുന്നു. അപ്പോഴൊക്കെ ഇവര് തന്നെ പറയുന്നു. പിന്നെ അവരുടെ ആൾക്കാർ കംപ്ലീറ്റ് സംസാരിച്ചു ഇതിനു വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴും ഇതേ അഭിപ്രായം തന്നെ പറയുന്നു. ഗാർഹിക പീഡനത്തിന് രാജേഷിന്റെ അമ്മയുടെ പേരിൽ കൊടുത്തിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് സത്യമാണ്. അമ്മയോട്ട് ഒരു ഇതുണ്ടായിട്ടില്ല. വീട്ടില് പെൺകുട്ടികള് ഇല്ലല്ലോ, അപ്പൊ അവിടെ ഒരു മകളെ പോലെ ആയിരുന്നു അവിടെ അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. അത് അവരുടെ ഈ കുടുംബ കോടതിയിലെ കൗൺസിലിങ്ങിന് ഹാജരായി. അപ്പോഴും തന്നെയാണ് പറയുന്നത്. അവിടെ നിന്ന് വലിയൊരു ഇതൊന്നും ഉണ്ടായില്ല. അല്ല, കൗൺസിലിങ്ങിന് വന്നപ്പം വിദ്യ വന്നു കാണുമല്ലോ. ആ വിദ്യ വന്നിരുന്നു. അപ്പൊ എന്തായിരുന്നു വിദ്യ പറയുന്നത്? വിദ്യ പറയുന്നത് അച്ഛനെ നമ്മുടെ ഇതില്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. അതാണ് അച്ഛനെ ഇത്രയും ഉണ്ടാക്കിയില്ലേ, അതായത് സ്റ്റേഷനിൽ കയറ്റി എന്നുള്ളൊരു ഇതിന്റെ അച്ഛന് അവരുടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും കടുപ്പമുള്ള വാക്കുകൾ പറയുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലേ? ഒന്നുമില്ല. മധ്യസ്ഥത്തിന് വേണ്ടി വിളിച്ചു അവര്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു വാശിയുടെ മുകളിൽ അങ്ങനെ ഇതായി വന്നതാ. പിന്നെ ഈ ആഭരണത്തിന്റെ ബാക്കി കൊടുക്കാൻ ശ്രമിച്ചോ? ബാക്കി പിന്നെ കൊടുക്കാൻ ശ്രമിച്ചില്ല. ഇപ്പൊ അവര് കൊടുത്തൊന്നും അവർക്ക് കിട്ടിയിട്ടില്ലാണ്ടാണ് ഇവിടെ മലപ്പുറം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൊടുത്തിട്ടില്ല. പണ്ടെല്ലാം ഇവിടെയാണ് പറഞ്ഞിട്ട് ഈ 34 പവനും കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു. 34 അല്ല, ആദ്യം 45 പവനായിരുന്നു കേസ് കൊടുത്തിരുന്നത്. ഇപ്പൊ ഇവിടുന്ന് രുക്മിണിയോട് വന്നപ്പോ 55 പവനോളം ഉണ്ടെന്നാണ് അവരെടുത്ത് പറഞ്ഞത്. 45 പവനോടെ കേസ് കൊടുത്തത് നിലവിലുണ്ട്. അപ്പൊ ഇങ്ങനെ ദിവസം ഇപ്പൊ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞാൽ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായിരിക്കും രാജേഷിന്റെ ഒരു ഊഹത്തില് ഈ കുട്ടി അവർക്ക് ആ വീട്ടിൽ നിർത്തുന്നോണ്ട് എന്താ പ്രയോജനം? അവർക്ക് പ്രയോജനം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ അച്ഛനും അമ്മയായിട്ടും ഇതേമാതിരി ഇപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ആയിപ്പോയി കേസും ഇതൊക്കെ ആയിട്ട് അവര് ഇതേമാതിരി ഇപ്പൊ കുട്ടിയുടെ ഭാവി അങ്ങനത്തെ ഒരു ഇതെല്ലാം നോക്കുന്നത്. അല്ല, ഞാൻ അതൊക്കെ കേസൊക്കെ പിന്നെയല്ലേ. ഇതിനു മുമ്പ് തന്നെ വിളിച്ചോണ്ട് പോകാനും അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അത് ഫോണൊക്കെ പിടിച്ച് വെച്ചിട്ട് സംസാരിക്കണ്ട, നിങ്ങൾ തമ്മിൽ യോജിക്കണ്ടെന്ന് പറയാനുള്ള ഒരു അടിസ്ഥാനപരമായ കാരണം കാണുമല്ലോ. അതിപ്പോ ഞാൻ കല്യാണത്തിന്റെ ടൈമിൽ ഗൾഫിലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു എന്നാണ് പിന്നെ മധ്യസ്ഥന് പോയ ആൾക്കാരൊക്കെ പറഞ്ഞത്. ഗൾഫിലായതുകൊണ്ടോ? ഞാൻ ഗൾഫിലായിരുന്നു, പിന്നെ തിരിച്ചു പോയില്ല. അതിന്റെ ഒരു അപ്പൊ ജോലിക്ക് പോകുന്നില്ല? ജോലിക്ക് പോവാനില്ല, ജോലി ഇപ്പം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിന് പല നഷ്ടങ്ങളും സംഭവിക്കുന്നു. ആഭരണങ്ങൾ എടുത്ത് പണയം വെക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഉത്തരവാദിത്തമില്ലായ്മ അവർക്ക് തോന്നി. ഇനിയിപ്പോ മോടെ ഭാവി എന്താവും? സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ല. പിന്നെ ബിസിനസ്സായിട്ട് കുറെ പൈസ എന്ന് പറയുമ്പോൾ പൈസയുടെ ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ചെയ്യുന്നു. അപ്പൊ സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാത്തതിന്റെ പ്രശ്നമായി. സ്ഥിരമായിട്ട് വരുമാനം ഉണ്ടായിരുന്നു. അതായത് അവര് പോണ ടൈം വരെ നാഷണൽ പെർമിറ്റ് വണ്ടി 2 ഓടിക്കൊണ്ടിരുന്നു. പിന്നെ ടാക്സി വണ്ടി ഓടിക്കൊണ്ടിരുന്നു. ഇതൊക്കെ എന്താണ് ഇപ്പൊ ഈ പോയിട്ട് കേസായപ്പോ വക്കീലിനായിട്ട് കണ്ടപ്പോൾ വക്കീൽ പറഞ്ഞു പിന്നെ എല്ലാവരും ലോൺ ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ ഇവര് ടാക്സ് അടയ്ക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. അപ്പൊ അതിന് മുന്നേ കൊടുത്ത് ഇതാക്കാനാണ് ഇപ്പൊ കുറച്ചതായിട്ട് ഒന്ന് കൊടുത്ത് ഒഴിവാക്കിയതാ. വണ്ടിയോ? അവര് ലോണിന് എന്തെങ്കിലും അവര് ഒപ്പിട്ടിട്ടുണ്ടോ? ലോണിന് ഒപ്പിട്ടിട്ടൊന്നുമില്ല. അത് ഇവർക്ക് വണ്ടർ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവര് കേസ് കൊടുക്കുന്നത്. മാസം 10,000 റുപ്യ അവർക്ക് ചെലവിന് വേണം പറഞ്ഞിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ കുട്ടി ഇതല്ലാതെ ഏതെങ്കിലും സാമ്പത്തിക ബാധ്യതയ്ക്ക് ഒന്നുമില്ല, അങ്ങനെ ഒപ്പിടുകയൊന്നും ചെയ്തിട്ടില്ല. ബാങ്ക് അക്കൗണ്ട് അവരുടെ പേരിലുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. അത് ചെലവിന് വേണം പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തിരുന്നു. അതെപ്പോ ഈ പോയിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷം അപ്പോ മറ്റേ ചെലവിന് മാസം 10,000 റുപ്യ വേണം പറഞ്ഞിട്ട് കൊടുത്തിരുന്നു. അപ്പൊ ഇങ്ങനെ ഇന്ന വരുമാനങ്ങളുണ്ട്, അപ്പൊ 10,000 റുപ്യ തീർച്ചയായും വേണം എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ട് മാസം 10,000 റുപ്യ അവർക്ക് വേണം. പക്ഷെ രാജേഷ്, അതിപ്പം അകന്ന് താമസിക്കുമ്പോഴല്ലേ ഡൈവോഴ്സ് എന്ന് പറഞ്ഞ് വരുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ അതൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. ചെലവിന്റെ കാര്യമൊക്കെ പറയുന്നത് അവരവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് ചെലവ് മാത്രം താ എന്ന് പറയുന്നത് അത് പിന്നല്ലേ. അതിന് മുൻപ് അതിലോട്ട് വരാനുള്ളൊരു കാരണമാണ് പറയുന്നത്. ഈ സ്ഥിര വരുമാനം ഇല്ല എന്നുള്ളത് മാത്രമാണോ? എന്തെങ്കിലും തരത്തിൽ നിങ്ങളവരെ ഉപദ്രവിക്കുകയോ ഒരു ഇതുണ്ടായിട്ടില്ല. പിന്നെ സ്ഥിര വരുമാനം ഇല്ല. അത് 2 വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വണ്ടിയിൽ ഞാൻ ചില ടൈമിൽ ഞാനും പോവും. 2 വണ്ടിയുടെ ലീവാക്കുമ്പോ അപ്പൊ പോവും. അങ്ങനെ ഇതൊക്കെ ഉണ്ട്. പിന്നെ കച്ചവടം ഉണ്ട്, വണ്ടി എടുത്തിട്ട് വിൽക്കും.
ഒക്കെ ഉണ്ട്. നിങ്ങൾ സന്തോഷമായിട്ട് ഇപ്പോ അമ്പലത്തിൽ പോവോ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവോ അതൊക്കെ ഉണ്ടോ? അത് കുറച്ച് കമ്മിയായിരുന്നു. അത് എന്നാലും എന്താ പറഞ്ഞാൽ അവ ഈ കച്ചവടമൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് പൈസ പോയി. അപ്പൊ അങ്ങനെ ഒരു പിന്നെ അത് ഉണ്ടാക്കാന്നുള്ളതില് അങ്ങനെ ഇതായിട്ടാണ് പിന്നെ ഈ ഇതിലേക്ക് ഇറങ്ങിയത്. അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോ റൊമാൻസ് ഒട്ടും ഇല്ലാതായി. എന്നാലും വേറെ ഇടയ്ക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കലും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് അങ്ങനെ ഒരു പ്രശ്നങ്ങള് ഇത്രയൊക്കെ ആവാൻ. അവരുടെ വീട്ടില് ആ കുട്ടിയും വേറെ, അച്ഛനും അമ്മയും ആ കുട്ടിയും വേറെ ആരുണ്ട്? അനിയനും. ഒരു ഇത്തിരി നല്ല രീതിയിൽ വളരെ ഒരു സേഫായിട്ടും അങ്ങനെ കുറച്ച് ലാവിഷായിട്ടും ഒക്കെ വളർന്നതായിരിക്കും അവര്. അങ്ങനെയൊന്നും സാധാരണ ഒരു കുടുംബമാണ്. അല്ല ആയിക്കോട്ടെ, എന്നാലും ആ കുട്ടിയെ വളരെ കെയർ എടുത്തവര് ഒരുപാട് എന്താ പറയുന്ന ഒരു പൊസസീവായിട്ട് വളർത്തിയിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പൊ അവരിങ്ങനെ ചെയ്യുന്നത് അല്ലേ? അല്ലാതെ പ്രായമായിരിക്കും കൊച്ചിനെ കല്യാണം കഴിച്ച് കൊടുത്തയച്ചു അതിന് അവരുടെ ഉത്തരവാദിത്വം ആയിക്കോട്ടെ എന്നുള്ളതല്ല. അത് ഈ അച്ഛന് ഈ വാശി വന്നതിന് ശേഷമാണ് ഇത് വല്ലാണ്ടതായത്. ഈ സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് പിന്നെ പ്രശ്നങ്ങൾ. അതായത് ഇപ്പൊ ഈ 10,000 രൂപ ചോദിച്ചു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡൈവേഴ്സ് അവർ അപ്ലൈ ചെയ്തിട്ടായിരിക്കണമല്ലോ. അതിന് ഡൈവേഴ്സിന്റെ ഇതൊന്നും വന്നിട്ടില്ല. ചെലവിന് കൊടുക്കാനുള്ളൊരു ഇത് വന്നു. അതെങ്ങനെ വന്നു? എങ്ങനെ? അത് വക്കീൽ നോട്ടീസ് അങ്ങനെ കൊടുക്കാനായിട്ട്. അപ്പൊ അവര് താമസിക്കാൻ വരുന്നില്ല, ചെലവിന് അവർക്ക് കൊടുക്കാൻ വേണ്ടി. അത് എന്റെ കേസായിരുന്നു. കേസ് പറഞ്ഞ ചെലവിന് ദൂരമായിട്ട് അവർ 2 പ്രാവശ്യം വിളിച്ചു. അപ്പൊ ഞാൻ എന്താ ഫസ്റ്റ് വിളിച്ചിട്ട് കൗൺസിലിങ്ങിനൊക്കെ ഹാജരായി. പിന്നെ 2 പ്രാവശ്യം വിളിച്ചിട്ട് ഹാജരായിട്ടില്ല. 2 കേസേ ഉള്ളൂ. ഒന്ന് MC, പിന്നെ ഒന്ന് സ്വർണ്ണം തിരിച്ചു കിട്ടാൻ. അപ്പൊ അതിൽ കഴിഞ്ഞതിലിപ്പോ അമ്മ എന്നെ എന്താ മറ്റേ പട്ടാമ്പിയിൽ എന്നെ കൊടുത്തിരുന്നു. അപ്പൊ അതിൽ വിളിച്ചപ്പോ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയില്ല, പോയിട്ടില്ല. അല്ല അപ്പൊ ഇതാണ് അവർക്ക് സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം അവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ പൈസ എടുത്ത് ഇങ്ങനെ മറിച്ച് ഇതിൽ നിന്ന് കിട്ടുന്നത് അതിലോട്ട് മറിക്കുക. വണ്ടിയൊക്കെ എടുക്കുന്നു എന്ന് പറയുമ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ അല്ലേ? അപ്പൊ അതിനൊക്കെ മാസം അത് അടയ്ക്കണം. ഇതിന് കിട്ടിയില്ലെങ്കിലും അത് അടയ്ക്കണം. അപ്പൊ അതിന്റെ ലയബിലിറ്റി വരും. അതിന്റെ കടവും കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആകുമ്പോൾ വീട്ടിനകത്ത് സ്വാഭാവികമായിട്ടും പരസ്പരം സ്നേഹിക്കാനും സംസാരിക്കാനുള്ള സമയങ്ങൾ കുറയും. അപ്പൊ വിദ്യ എഴുതിയൊരു എഴുത്ത് ഇവിടെ തന്നല്ലോ, കത്ത് ഇവിടെ തന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളോടൊരു ശതമാനം പോലും അവർക്ക് പിണക്കോ ദേഷ്യമൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്റെ നെഞ്ച് പൊട്ടിപ്പോകുന്നു. ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും എന്റെ ഏട്ടനെയാണ്, തിരിച്ച് എന്നെയും. പക്ഷെ അതിന്റെ ആഴം ഞാൻ ഇന്ന് മനസ്സിലാക്കി. ഞാൻ വേഗം വരും, ഒട്ടും വിഷമിക്കരുത്. ഏട്ടനെ കാണാതെ പോവാനും വയ്യ, കാണാതിരിക്കാനും വയ്യ. അധികം വൈകാതെ എന്നെ കൊണ്ടുവരാൻ വരണം. അപ്പൊ എന്തുകൊണ്ട് അവരുടെ വീട്ടിൽ ചെന്ന ഉടനെ മൊത്തത്തിലങ്ങ് വേറൊരാളായിട്ട് മാറി? അല്ല, ഈ ഇതുവരെ ഉണ്ടായിരുന്നു. അതായത് പിന്നെ അച്ഛൻ ഫോൺ വാങ്ങിച്ചത് പിന്നെ ചില ടൈമിൽ വിളിക്കും. അപ്പോഴൊക്കെ ചില ടൈമിലൊക്കെ സംസാരിക്കാൻ പറ്റിയിരുന്നു. പിന്നെ തീരെതായിട്ട് ഇന്നവിടെ ഞാൻ വിദ്യ കാണാൻ വേണ്ടി ചെന്നു. ചെന്നപ്പോൾ പറഞ്ഞു പണ്ടെല്ലാം കൊടുത്തിട്ട് കണ്ടാതി, ഇപ്പൊ കാണണ്ട പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെറിയൊരു വാശിയായി. അങ്ങനെ എന്റെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ കാരണം. അങ്ങനെ ഇവർക്കും വാശിയുണ്ടായി. അല്ല, കൗൺസിലിങ്ങിന് വിളിച്ചപ്പോഴും പോയില്ലെന്ന് പറഞ്ഞു. കൗൺസിലിങ്ങിന് പോയി. ഇപ്പൊ ഗാർഹിക പീഡന കേസിൽ അതിന് പോയിട്ടില്ല. അതിൽ കൗൺസിലിങ്ങിന് കംപ്ലീറ്റ് പോയി. അവിടെയൊക്കെ വിദ്യ എന്താ പറഞ്ഞത്? അവിടെ വിദ്യ പറഞ്ഞത് അച്ഛൻ ഇതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വിദ്യ പറഞ്ഞു. അല്ല, വിദ്യയുടെ പേഴ്സണലായിട്ട് കൗൺസിലിംഗ് സമയത്ത് സംസാരിക്കുമ്പോഴേ വിദ്യയുടെ മനോഭാവം എന്താണെന്ന് രാജേഷിന് മനസ്സിലായിട്ടുണ്ടോ? യഥാർത്ഥത്തിലുള്ള മനോഭാവം അച്ഛനെ പേടിച്ചിട്ടാണോ? അച്ഛനെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അത് സംസാരിക്കുമ്പോ എന്താ ഫസ്റ്റ് ഇങ്ങനെ സംസാരിക്കുമ്പോ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ അച്ഛനും അമ്മയും വന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഈ ഒരു ഹാളിലുള്ള സംസാരിക്കുന്നത്. ഹാളിൽ വന്നിട്ട് ഇങ്ങനെ നോക്കുക, ഇപ്പുറത്ത് നിന്നിട്ട് എന്താ സംസാരിക്കുന്നത്, എന്താ ഇതാവുന്നുണ്ട്. അപ്പൊ എന്താ ഇവര് അവിടുന്ന് മാറില്ല. എന്നിട്ട് ഫസ്റ്റ് ഇങ്ങനെ പോയി പറഞ്ഞു ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല ഇവര് നിൽക്കണോണ്ട്. പിന്നെയും ഇവര് അത് തന്നെയാണ് ഇതാവണത്. സംസാരിക്കാനടക്കം നേരെ പിന്നെ പറ്റിയിട്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചർച്ച ചെയ്യാനോ വിവരങ്ങളിൽ സംസാരിക്കാനുള്ള ഒരു അവസരമൊന്നും കൊടുത്തിട്ടില്ല. കാണാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നതിന് മുൻപ് മുമ്പ് കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അവര് അത് ഈ സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഇവര് നേരെ വീട്ടിലേക്ക് വന്നു പരാതി കൊടുത്തിട്ട്. അവിടുന്ന് സ്റ്റേഷനിൽ എന്താന്ന് ചോദിച്ചു, എന്താ അവിടുന്ന് ലാസ്റ്റ് അച്ഛൻ്റെ കൂടെ പോവാണ്, എൻ്റെ കൂടെ പോവാന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ പോയി. അങ്ങനെ അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു മറ്റേ ഇതുണ്ടായിരുന്നു, ഡിഗ്രി ഫയലായിരുന്നു. അപ്പൊ അതിന്റെ ഒരു കോപ്പി ഉണ്ടായിരുന്നു. അപ്പൊ അത് വെറുതെ ഒരു എടുക്കണം എന്നുള്ള ഇതിലവിടെ വന്നു. വേറെ എന്തൊക്കെ പേപ്പർ എടുക്കാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ റൂം പൂട്ടിയിട്ടിരുന്നു. അപ്പോൾ അനിയൻ വന്നിട്ട്, അനിയൻ +2 പഠിക്കുന്നു. അപ്പോൾ അവൻ വന്നിട്ട് തല്ലി തുറക്കാൻ വാതിൽ നോക്കി. അപ്പൊ അവിടുന്ന് ഒരു ചെറിയൊരു ഇതുണ്ടായി. അതൊരു
വാശിയായി. എന്ത് ചെറുത് എന്താ ഉണ്ടായ ഒന്നും ഉണ്ടായോ? ആ ഒന്ന് തള്ള ചെറുതായിട്ടൊരു ഇതുണ്ടായി. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ചെറുതായിട്ട് ഒന്ന് തള്ള അടി കൊടുത്തോ? അടിച്ചിട്ടൊന്നുമില്ല. അതായത് അങ്ങനെ കൊണ്ടൊരു വർത്താനം അവൻ വളരെ മോശമായിട്ട് +2 പഠിക്കുന്ന വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു. അനിയനോ? ആ സംസാരിക്കാൻ അറിയില്ല. അത് കുറെ നേരം സംസാരിക്കുന്ന കേട്ടുകൊണ്ടിരുന്നു വീട്ടിൽ വന്നിട്ട്. പിന്നെ ഇതായപ്പോ വല്ലാണ്ടതായപ്പോ അവിടുന്ന് സ്റ്റേഷനിൽ പോയിട്ട് ആരൊക്കെ വന്നു? വിദ്യയും അച്ഛനും വന്നിരുന്നു? വിദ്യ വന്നിട്ടില്ല. വിദ്യ പുറത്ത് നിർത്തിയിട്ടാണ് വന്നത്. വന്നേരം അച്ഛൻ മാത്രമാണോ? അച്ഛനും അനിയനും പിന്നെ അമ്മനും അവരൊക്കെ വന്നു. അപ്പൊ നിങ്ങളില്ല വീട്ടില്? ഞാനുണ്ട്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സംസാരം ഉണ്ടായിരുന്നു? അതായത് അനിയനായിട്ട് മാത്രമേ പ്രശ്നം ഉണ്ടായുള്ളൂ. അതായത് അവരെ അങ്ങോട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എപ്പോഴും? ആ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അത് പിറ്റേ ദിവസം സ്റ്റേഷനിൽ കൊണ്ടുപോയത്. അല്ല രാജേഷ് എന്തിനാ മുറി പൂട്ടിയത് എന്തിനാ? അല്ല ഇനിയിപ്പോ ഇവര് വന്നിട്ട് എന്തൊക്കെ ഇതാറില്ല, ഞാൻ ചോദിച്ചത് എടുത്തെടുക്കാന്നുള്ള അതായത് ഇവര് വന്നിട്ട് മുറി പൂട്ടിയിട്ടു. അവര് വന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്തോണ്ട് പോകാതെ പ്രിവെന്റ് ചെയ്താണ്. അപ്പോഴാണ് കശവിഷം ഉണ്ടായത് അല്ലേ? വിദ്യ വന്നില്ലല്ലോ, അച്ഛനല്ലേ വന്നിരിക്കുന്നത്. അല്ല വിദ്യ വന്നാൽ എടുത്തോട്ടെ എന്നുള്ള ഇതിലാണ്. പക്ഷെ അവര് വന്നിട്ട് വാതിൽ ഉന്തി തുറക്കാനും ഞങ്ങളെല്ലാരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി. എത്ര വരെ പഠിച്ച കുട്ടിയാ വിദ്യ? വിദ്യ ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞതാണ്. പക്ഷെ പാസ്സായിട്ടില്ല. പാസ്സായിട്ടില്ല. കുട്ടിക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാനൊക്കെ താല്പര്യമുണ്ടോ? അങ്ങനെ പഠിക്കാതെ സത്യം പറഞ്ഞ അതായിരുന്നു. കുറച്ച് രണ്ടാമത് എഴുതാന്നിട്ട് ലാസ്റ്റ് ഞാൻ കൊണ്ടാക്കിയില്ല. അത് പോവാൻ താല്പര്യമില്ല എന്നിട്ട് പിന്നെ നിർബന്ധിച്ച് ഇതാക്കിയതാ. നിങ്ങളുടെ വിദ്യാഭ്യാസം കുറവാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ അവര്? ഇല്ല, അങ്ങനെ സംസാരം ഉണ്ടായിട്ടില്ല. ഈ പണ്ടത്തിന്റെ പ്രശ്നം ഒഴിച്ച് ബാക്കി എന്തെങ്കിലും കാരണങ്ങൾ അവര് പറയുന്നുണ്ടോ? പിന്നെ ഇപ്പൊ അവര് മദ്യപാനം എന്നൊക്കെ പറയുന്നുണ്ട്. മദ്യപിക്കുക ആദ്യം ഇന്നുമില്ല. കോടതി എഴുതി കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? മദ്യപിച്ച് വന്നിട്ട് എന്താ വിദ്യനെ വന്ന് തല്ലാണ് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു. മദ്യപിക്കുന്ന ഇത് ഇപ്പൊ നാട്ടിലല്ല ഞാൻ അവിടെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും അവർക്കും അറിയാം. അവര് എല്ലാ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം അങ്ങനത്തെ ഒരു സ്വഭാവ കാര്യങ്ങളൊന്നും ഇല്ലാന്ന്. അങ്ങനെ പറയാൻ എന്താ കാരണം? ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷമാണ് പറയാൻ തുടങ്ങിയത്. അതിന് മുന്നേ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ലേ. കുട്ടികളില്ല? ഇല്ല, അതില് ട്രീറ്റ്മെന്റിലായിരുന്നു. ആരാ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരുന്നത്? വിദ്യക്ക്. അതില് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു വിദ്യക്ക് ഷുഗർ ഒക്കെ ചെക്ക് ചെയ്തപ്പോ ഷുഗർ അപ്പൊ 280 വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞു ഈ ഷുഗർ കമ്മിയായതിനു ശേഷമാണ് പിന്നെ മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് ട്രീറ്റ്മെന്റ് നിർത്തി വെച്ചിരുന്നു. എന്താ പ്രശ്നം പറഞ്ഞത് അവർക്ക്? അത് എന്താ ഡേറ്റ് ക്ലിയർ ആവണില്ല, അങ്ങനത്തെ പ്രശ്നമായിരുന്നു. അപ്പൊ അതിന് ക്ലിയർ ആണെങ്കിൽ മരുന്ന് കഴിക്കുമ്പോൾ ഈ ഷുഗർ കമ്മിയാവണം. ഷുഗർ 280 അന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോണ്ടായിരുന്നു. അപ്പൊ ഷുഗർ കമ്മിയാവുള്ള മരുന്ന് ആദ്യം കഴിച്ച് ഷുഗർ കമ്മിയതിന് ശേഷമാണ് പിന്നെ എന്തെങ്കിലും ഇതാവാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്തൊരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യം, ഈ ഒരു ലെറ്റർ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീല്, ഒരു ഭാര്യ വീട്ടിലുള്ളവരുടെ വാശിക്ക് പോകേണ്ടി വരുന്നു. എപ്പോൾ വിളിച്ചാലും വരാൻ തുടങ്ങി. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി അച്ഛനെയും അമ്മയും പേടിച്ച് ഇങ്ങനെ വീട്ടിൽ നിന്ന് വരാതിരിക്കുക, പെട്ടെന്ന് മാറി സംസാരിക്കുക എന്നൊക്കെ പറയുന്ന എന്തോ ഒരു സ്വാഭാവികത അല്ലാത്തൊരു വിദ്യ അത്ര വലിയൊരു ഇതൊന്നുമല്ല. വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ വളരെ ഇതായിട്ട് അങ്ങനെ വളർന്നൊരു ഇതാണ്. ആര് വന്നിട്ടുണ്ട് രാജേഷ് കൂടെ? അമ്മ വന്നിട്ടുണ്ട്. അമ്മ ഉണ്ട്. വേറെ വല്യച്ഛനുണ്ട്. അവരെയും കൂടെ വിളിച്ചു നോക്കാം നമുക്ക്. മാഡം, ഇത് രാജേഷിന്റെ വല്യച്ഛനാണ് അദ്ദേഹം. സാർ പേര്? ഉണ്ണികൃഷ്ണൻ. ഇത് അമ്മ. പേര് പറഞ്ഞാട്ടെ? ചന്ദ്രമതി. അത് അയൽവാസി അല്ലേ? രമണി. അപ്പം രാജേഷിന്റെ പരാതി ഇവിടെ എഴുതി തന്നിരുന്നു. പിന്നെ കുറെ കാര്യങ്ങൾ ഇപ്പൊ വിശദമായിട്ട് പറഞ്ഞു. ഒരു കത്തും ഏൽപ്പിച്ചു. ആ ലെറ്ററിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പം ഒരിക്കലും ഇവര് തങ്ങൾ ഇത്ര ഒരു അകൽച്ച വരാൻ യാതൊരു ഒരു കാരണവും കാണുന്നില്ല. ഒരുവിധം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയാതിരിക്കുന്നത് അതിന്റെ പേരിലാണ് ഞങ്ങള് ഒരുപാട് ആൾക്കാർ ചെന്നിട്ട് ഈ കുട്ടിയുടെ അച്ഛനുമായിട്ട് മധ്യസ്ഥ പറഞ്ഞു. ഞങ്ങള് അതിലത്തെ ഒരാളാണ് ഞാൻ. അത്രയും അധികം ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് 1 ഏക്കർ ഭൂമി അവളുടെ കൂടി പേരിൽ കൊടുക്കാന്ന് പറഞ്ഞു. അവിടെ ഭൂമി ഉണ്ട് കൊടുക്കുന്നു. ഞാൻ അങ്ങനെ അവന്റെ ഇനി അത് ചെയ്യാന്ന് പറഞ്ഞു. അയാൾ ഇങ്ങനെ ഒരു മുരടൻ സ്വഭാവത്തിൽ ഒരാളെ നമ്മൾ കാണുന്ന ഈ ലോകത്ത് ആദ്യം എന്ന് പറയാം. ഞാൻ കുറേ സ്ഥലങ്ങളിൽ ചുറ്റിപ്പോയി നടന്ന ആളാണ്. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു സ്വഭാവമുള്ളൊരു സാധനമില്ല. ഇയാളാണെങ്കിൽ ഇയാള് സെക്കൻഡ് മാരേജാ, അമ്മയും സെക്കൻഡ് മാരേജാ. അപ്പൊ അവര് ആ വഴി കൂടെ ആണ് അവരുടെ പോക്ക്. അപ്പൊ ഇവര് ഈ കുട്ടിയെ വേറെ കല്യാണം കഴിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള അവിടുന്ന് ഇവള് ആദ്യത്തോടുന്ന് എന്തൊക്കെയായിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്.
ഓ ഇവിടെ അത് നോക്കുമ്പോൾ ആ ഭാഗത്ത് കൂടെ പോണില്ല. ഇവന് ലേശം പരാധീനം പറ്റിയപ്പോഴേക്ക് ചെറിയ സാമ്പത്തിക പ്രശ്നം പറ്റി. അപ്പോൾ അവർക്ക് അവർ വിചാരിച്ചിടത്തുകൂടെ പോണില്ല. ഇതാണ് ഇതിനുള്ളിൽ ഒന്നാമത്തെ പ്രശ്നം. അവർ വിചാരിക്കും പോലെ ഇവിടുന്നുള്ള സാമ്പത്തികം എന്തെങ്കിലും ഭരിക്കാൻ പറ്റുമോ നോക്കേണ്ടത് നടന്നിക്കണില്ല. നമ്മൾ പഠിച്ച ആൾക്കാർ പല 2 പ്രാവശ്യം ഇതിനായിട്ട് ഞങ്ങൾ 3-4 ആള് വണ്ടിയും വിളിച്ച് ഏർപ്പാടാക്കി ഞങ്ങൾ ചെന്ന് ഒരു പൊടിക്ക് ഇവ സമ്മതിക്കണില്ല. അയാളാണ് പ്രശ്നം. ആ സ്ത്രീ അമ്മ എന്താ പറയുന്നത്? അമ്മ അനങ്ങില്ല. അമ്മ ഇവളുടെ ഇത് മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് പ്രത്യേക അഭിപ്രായങ്ങൾ അതൊന്നുമില്ല. അതൊക്കെ ഇവനാണ് അതിൻ്റെ. വേറൊരാളെ എൻ്റെ അടുത്തേക്ക് എൻ്റെ കുടുംബത്തിൽ പല ആൾക്കാരും ഉണ്ട്. അവരെ ഈ ഭാഗത്തേക്ക് അടുക്കില്ല. ചുറ്റുപാടും ആൾക്കാരുണ്ടാവും, അവരെയും അടുക്കില്ല. അവരുടെ നാട്ടുകാരോ വീട്ടുകാരോ ബന്ധുക്കളോ ആരും വേണ്ട അവർക്ക്. ആളൊറ്റയ്ക്ക് ഭാര്യയും ഭർത്താവും 2 മക്കളും മാത്രമായിട്ട്. ഈ കുട്ടി നിങ്ങൾ വീട്ടുകാരും ഒക്കെ ആയിട്ട് നല്ല സ്നേഹമായിരുന്നു. അങ്ങനെ ഇവിടെ കഴിഞ്ഞിട്ടുള്ള കുട്ടി. പക്ഷെ പെട്ടെന്ന് കുട്ടിയുടെ ഒരു മാറ്റം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മാറി. ഇയാള് വന്ന് കൊണ്ടുപോയതാണ്. ഇതിനിപ്പോ ഈ ആഭരണം വാങ്ങിച്ച പണയം വെച്ചതിന്റെ ഒരു കാരണം മാത്രമേ ഇപ്പൊ പറയുന്നു. വേറെ യാതൊരു കാരണവുമില്ല. ആ ആഭരണത്തിന് അതുപോലത്തെ ഒരു 10 ജോഡി മേടിച്ചു കൊടുക്കാനുള്ള കഴിവ് ഇങ്ങേപ്പുറത്തുണ്ട്. രാജേഷിന് ഇല്ലെങ്കിലും രാജേഷിന്റെ അച്ഛനുണ്ട്. ഇവര് 2 ആളും കൂടി ചെയ്തപ്പോഴാണ്. അല്ലാതെ ഇത് രാജേഷിന്റെ അമ്മയും അച്ഛനോ അവളുടെ അമ്മയും അച്ഛനോ ഇതിൽ ബാധകമല്ല. ഇവർ 2 ആളും കൂടി ഭാര്യയും ഭർത്താവും എന്നുള്ള നിലയ്ക്ക് ഭർത്താവിന് സാമ്പത്തികം അത് വന്നപ്പോൾ കൊടുത്തു. അത് അങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളൂ. അല്ലാതെ കൊടുക്കാൻ അങ്ങേപ്പുറത്ത് അറിഞ്ഞപ്പോൾ മുതലും ഉണ്ട്. സാമ്പത്തികം ഉണ്ട് ഇവിടെ. ഇല്ലെങ്കിൽ പിന്നെ നമുക്കത് കൊടുത്ത് കിട്ടില്ലല്ലോ, എന്താ ചെയ്യാന്നുള്ളൊരു ഇതല്ല. അങ്ങേപ്പുറത്ത് സാമ്പത്തികം ഉണ്ടായിരുന്നു. രാജേഷിന്റെ ഒരാള് ദുബായിലല്ലേ, 3ാമത്തെ ആള് ഇവിടെ വർക്ക് ചെയ്യുന്നു. രാജേഷിന്റെ കൂടെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യണം. അല്ല, അവന് ഇപ്പൊ ബിസിനസ് ഇവനെ തന്നെയാണ്. അവൻ പിന്നെ അച്ഛന്റെ കൂടെ കച്ചവടത്തിന് നിൽക്കുക. അങ്ങനെ 2ാമത്തെ. അമ്മയോട് പൊതുവെ കല്യാണം കഴിച്ച് വന്ന പോലെ ഈ കുട്ടി നല്ല രീതിയിൽ പെരുമാറിയത്. അടുക്കളയിൽ കൂടെ ഒന്ന് സഹായിക്കൊക്കെ ചെയ്യും. ഞാൻ അങ്ങനെ പണിയൊന്നും പറയില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട പണി എടുത്താൽ മതി, അല്ലാതെ പണി പറഞ്ഞ് ചെയ്യിക്കൊന്നുമില്ല. എന്താച്ചാ ചെയ്തോട്ടെ ആയിരിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ അത് ആ കൊണ്ടുപോകുന്ന വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല, ഒന്നും പറഞ്ഞില്ല? ഇല്ല, അവളെ എഴുത്തെഴുതിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അവൻ എന്റെ റൂമിലെ എഴുത്തെഴുതിച്ചിട പോയത്, അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ പോയി കഴിഞ്ഞിട്ടാ കണ്ടത്. പോകുമ്പോ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. അവരെ കൂട്ടിക്കൊല്ലണം പറഞ്ഞിട്ട് എഴുത്തെഴുതിച്ചു പോയി. അത്രേ ഉള്ളൂ. അപ്പം അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല. അച്ഛനായിട്ടും കുഴപ്പമൊന്നുമില്ല. അച്ഛൻ രാവിലെ കടയിൽ പോകും. വീട്ടില് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ആണുങ്ങൾ ഈ അച്ഛൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. പിന്നെ രാജേഷും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അയൽവാസികള് ഈ ഒരു പേര് മാത്രമേ തൊട്ട അയൽവാസി, അതിന്റെ അപ്പുറത്തൊരു വീടും. അവരും ഈ കുട്ടിയും തന്നെ ഉള്ളൂ, വേറെ ഒരാളും ഇല്ല ഇവിടെ. ഈ കുട്ടിക്ക് ഹെൽപ്പിനായിട്ട് അവരും ഇങ്ങോട്ട് വരിക ചെയ്യുക. അവിടെ വീട്ടിൽ എപ്പോഴും ആളുണ്ടാവും. അവളങ്ങനെ പോയി നിന്നിട്ടൊന്നുമില്ല ഇതുവരെ അവരുടെ വീട്ടില്. ഇല്ല, ഒരു ദിവസമൊക്കെ പോയി ഞാൻ 2 ദിവസം നിക്കാൻ പറഞ്ഞാ പറയ്ക്ക് നേരം പോണില്ല ഘടന പോരും. അല്ല രമണിയോടൊക്കെ അയൽവാസികളോടൊക്കെ ഉള്ള പെരുമാറ്റം കുട്ടിയുടെ നല്ലതായിരുന്നു. അതെ. അല്ല, എന്തെങ്കിലും മാനസികമായിട്ടേ ഇപ്പൊ ഇങ്ങനെ ഒരു ഈ ലെറ്ററും പിന്നെ അവിടെ ചെന്നിട്ടുള്ള മാറ്റം എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും തരത്തില് ഈ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള കുട്ടിയായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒരു കാര്യം പറയില്ല, അങ്ങനെയൊന്നുമില്ല, ഒന്നും പറയാറില്ല. വീട്ടിലെ കാര്യങ്ങളും അങ്ങനെയൊന്നും പറയാറില്ല. രാജേഷിന് ഒരു എന്താ പറയുന്ന ഗൾഫിൽ പോയിട്ട് പോണില്ല പറഞ്ഞിട്ട് നിന്നിട്ടില്ല. 2 വർഷം കഴിഞ്ഞ് പോവാച്ചിട്ട് തന്നെ പോണില്ല പറഞ്ഞിട്ടൊന്നും നിന്നിട്ടില്ല. കുറച്ചു കാലം നാട്ടിൽ നിൽക്കട്ടെ, എന്നിട്ട് പോവാന്ന് പറഞ്ഞു നിൽക്കന്നെ. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഗൾഫ് ഭർത്താവാണ് എന്നൊക്കെയുള്ള ഒരു കളർഫുൾ സംഗതികളൊക്കെ മനസ്സിൽ വിചാരിച്ചൊരു കല്യാണം നടത്തി. കല്യാണം കഴിച്ചത്. പിന്നെ തിരിച്ചു പോയില്ലെന്ന് പറഞ്ഞപ്പോ ഒരു നിരാശയായി പോയി. പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കുറിച്ച് അവനെപ്പോഴാണെങ്കിലും പോവാ. കാരണം എന്താന്ന് പറഞ്ഞാൽ അവന് അവിടുത്തെ ലൈസൻസ് ഉണ്ട്. അവിടുത്തെ ലൈസൻസ് ക്യാൻസൽ ആവലില്ല. ഹെവി ലൈസൻസ് പറഞ്ഞാൽ ഹെവി ലൈസൻസ് തന്നെയാണ്, അത് ക്യാൻസൽ ആവലില്ല. അത് എപ്പോൾ എടുത്തിട്ട് വിസ എടുത്ത് പോയാലും ആ ലൈസൻസുമായി പണിയെടുക്കാം.